ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമാസ് കിച്ചൺ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ്. ഒന്നാമതായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ കുറച്ച് ഉപയോഗം കഴിഞ്ഞ് മൂർച്ച പോയിട്ടുണ്ടാവും. അത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകല്ല് ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. സ്പീഡ് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും. ഇനി നമ്മുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അഴുക്ക് കയറി കളറ് മാറി ഇരിപ്പുണ്ടെങ്കിൽ അതിൽ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഈ ആഭരണം ഇട്ട് വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ചിട്ട് ശുദ്ധജലത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ല കളറായി കിട്ടും. നമുക്ക് ഈ വെള്ളം നോക്കിയാൽ അറിയാം ഇതിൽ അഴുക്ക് അടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ വീട്ടിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന കത്തിയുടെ മൂർച്ച പോയിട്ടുണ്ടാവും. അതിന് മൂർച്ച വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗം കഴിഞ്ഞ ഒരു സാൻഡ് പേപ്പർ എടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു കഷ്ണം തടിയിലേക്ക് ആണിയടിച്ച് ഈ സാൻഡ് പേപ്പർ വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തി തേച്ച് മൂർച്ച വെച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല മൂർച്ചയായിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചരിയൊക്കെ ടിന്നിലിട്ട് വെക്കുമ്പോൾ അതിൽ പുഴുവും പ്രാണികളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചരിയിലേക്ക് 2-3 ഉണക്കമുളക് താഴ്ത്തി വെക്കുവാണെങ്കിൽ അതിൽ പ്രാണിശല്യം വരാതെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പരിപ്പൊക്കെ ടിന്നിലിട്ട് വെക്കുമ്പോൾ പ്രാണിശല്യം വരാതിരിക്കാൻ വേണ്ടി പരിപ്പിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ടിത് ടിന്നിലിട്ട് സൂക്ഷിച്ചാൽ പുഴുവും പ്രാണിയും ഒന്നും ശല്യം ചെയ്യില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.